അറിഞ്ഞവർ അറിഞ്ഞവർ ഒരു സൈഡ്, അറിയാത്തവർ വേറൊരു സൈഡിലേക്ക് മാറിയിരിക്കും. ആ, പൂക്കീസ് 47ന്റെ പൂക്കീസ് പറയാം. എടാ, അവര് നേരത്തെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് KKB അവരെന്നല്ല, KKB നേരത്തെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതില് ആ, അവര് പേര് പറഞ്ഞിട്ടില്ല, ആരാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളി 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 എന്ന് പറഞ്ഞിട്ട് അവർ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. അത് അപ്പാപ്പനെയാണ് പറഞ്ഞത്. അപ്പൊ അപ്പാപ്പനെ അത്രയും പറഞ്ഞിട്ടും അത് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവരെ സൈഡ് പറഞ്ഞു. ഇനി നമ്മുടെ സൈഡ് എന്താന്ന് നമ്മൾ പറയുക. കാര്യങ്ങൾ ഇത്ര ഇതിൽ എത്തത്തില്ലായിരുന്നു. അപ്പോ എങ്ങനെയാണ് എത്തിയതെന്ന് ഹോക്കി ഹോക്കി പോയോ? അവന്മാർക്ക് നേരെ എന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാച്ചുണ്ടായിരുന്നു. അല്ലടാ, ഇതിന്റെ ഇടയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, കുറെ സംസാരിച്ചിട്ടുണ്ട്. അവരുമായിട്ട് കുറെ സംസാരിച്ചിട്ടുണ്ട്, കുറെ ഇഷ്യൂസിൽ സംസാരിച്ചിട്ടുണ്ട്. അവര് പറയുന്നുണ്ട് ഈ മെയിനായിട്ട് മറ്റേ ഹരിയുടെ ഇഷ്യൂ സംസാരിച്ചിട്ടുണ്ട്. ആ PLD ഹരി, അവനിപ്പോ KKB-യില. പിന്നെ നമ്മൾ വേറെ ഒരു കുറെ കാര്യങ്ങൾ അറിഞ്ഞപ്പം അതും നമ്മൾ ലൈവിലൊന്നും പറയാതെ ഡയറക്റ്റ് അവരുടെ അടുത്ത് തന്നെ പോയി ചോദിച്ച് അങ്ങനെ സംസാരിച്ചിട്ടുള്ളതെല്ലാം. അതെ, അവന്മാരുടെ സൈഡിൽ നിന്ന് വന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വേറെ ലൈവിൽ പറയാനൊന്നും നിന്നിട്ടില്ല. വെറുതെ ആവശ്യമില്ലാണ്ട് വരച്ചിട്ടത് അവര് തന്നെയാണ്. അങ്ങനെയല്ല, നമ്മുടെ ഭാഗത്തൊന്നും ഒരു തവണ ഒന്നല്ല രണ്ടു തവണ ഒന്നും ഉണ്ടായിട്ടുണ്ട്. അത് പറയാണ്ടിരിക്കുന്നൊന്നും വേണ്ട. സംസാരം നമ്മൾ ലൈവിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ലൈവ് പറഞ്ഞില്ല, പക്ഷെ നമ്മൾ പറഞ്ഞ് സോൾവ് ആക്കിയിട്ടുണ്ട്. അത് ചെറിയൊരു സ്പാർക്കുകൾ ഉണ്ടായി. ലൈവില് പറയണതും ഇപ്പൊ വ്യൂവേഴ്സിനെ അറിയിച്ച് പറയണതും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാർ പറഞ്ഞു തീർക്കണം തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ. അതുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ കാരണക്കാരനായിട്ട് ഒരാളും കൂടി ഉണ്ട്. അത് പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഒന്ന് എല്ലാം കേൾക്കട്ടെ. അത് എന്തായാലും പറയാം. എടാ, ഇനി പറയാം. ഞാൻ മെയിൻ ആയിട്ടുള്ള കാര്യം പറയാം. ഈ KKB-ക്ക് ലാസ്റ്റ് ആയിട്ട് ലഫി KKB-യാ. ഞാൻ എല്ലാവരെയും അല്ലടാ പറയുന്നത്. ഈ ലാസ്റ്റ് കയറിയ കുറച്ച് പേരുണ്ട്. ലാസ്റ്റ് കയറിയ കുറച്ച് പേർക്ക് KV-യെ തല്ലണം എന്നുള്ള ഒരു ഇത്. അത് പറയാം. ഇവനുണ്ടല്ലോ, ഹെൻസോ ഉണ്ടല്ലോ ഇവിടെ. ഹെൻസോ KKB-യിലായിരുന്നു. അവൻ നമ്മുടെ ലൈവൊക്കെ കാണുന്നതാ. അവൻ ഇറങ്ങിയതാ, കയറിയിട്ട് ഇറങ്ങിയതാ. അവിടുത്തെ ഈ ഇങ്ങനത്തെ സംസാരം എല്ലാം കാരണം അവ ഇറങ്ങിയതാ. അവർക്ക് KV-യുടെ അടുത്ത് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അപ്പാപ്പനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പിന്നെ എൻ്റെ അടുത്ത് കുറച്ചു പേർക്ക് ദേഷ്യമുണ്ട്. പിന്നെ ചിലർക്ക് കൊച്ചു പയ്യനാണ്. അതൊക്കെയാണ് ഇവിടെ ചർച്ച. 21 വയസ്സുള്ള ഒരു പയ്യന് 27 വയസ്സുള്ള ഒരാള് കൊച്ചു പയ്യനാണ്. പിന്നെ ഈ ഒരു കാര്യം, ഈ KV-യെ തള്ളണമെന്ന് പറഞ്ഞ കാര്യം എല്ലാം നമ്മള് ആ KKB മാനേജ്മെന്റിന്റെ അടുത്ത്, എടാ ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അവരുടെ അടുത്ത് ഇതെല്ലാം സംസാരിച്ചിട്ടുള്ളതാ അവരുടെ അടുത്ത്. അപ്പോ ഇനി ഒരു ഇഷ്യൂ ഉണ്ടായ ഇങ്ങനെ പറഞ്ഞവരെ എടുത്ത് കളയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ അതിനു മുന്നേ അമ്മായി അവർക്ക് ഇത് കൊടുത്തിട്ടില്ലായിരുന്നോ? ഇനി എന്തെങ്കിലും ഇഷ്യൂ ഇതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ ഡിസ്മാൻഡിൽ ചെയ്യും എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ KKB? ഇവൻ ജോണി മാമന്റെ ഇപ്പൊ വണ്ടി പോണ സമയത്ത് ഇപ്പം പറയുന്നുണ്ട് ലൈവിൽ ഇരുന്നിട്ട്, എനിക്ക് KKB-നെ കണ്ടെടുത്ത് കണ്ടുകൂടാണ്. സേവിയർ ഒരു സെക്കൻഡ്, ഇതെന്താണ് പറയുന്നത് ബ്രോ? ചീത്ത വിളിക്കാത്തടത്തോളം മ്യൂട്ട് തരല്ലേ. ഈ പറയുന്ന ഹെൻസോ എന്റെ മറ്റു ലഫ്യൊക്കെ പറഞ്ഞെന്നാണ്. നിങ്ങൾ ഇവർ KKB മാനേജ്മെന്റ് ആണോ? KKB മാനേജ്മെന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. സേവിയർ ആണ് KKB-യുടെ ലീഡർ. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടില്ലേ ഈ കാര്യം? ഒരു 3 ആഴ്ച മുന്നേ ഈ ഇതേപോലെ VC വെച്ച് സംസാരിച്ചെന്നുള്ള. എന്നിട്ട് ഇതൊന്നും പറയണമെന്നില്ലായിരുന്നു. ഇതൊന്നും ആക്കണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇങ്ങനെ സംസാരിക്കാൻ എനിക്കറിയാം. എനിക്കറിയാം നിങ്ങൾക്ക് അങ്ങനെ എനിക്കറിയാം. കാരണം നമ്മൾ അങ്ങനെ കണ്ട ഒരാളാണ് നമ്മുടെ അടുത്ത്, മനസ്സിലായി? അങ്ങനെ ഒരു കിട്ടത് അതും നമ്മള് ഒരാളുടെ ഒരു ഇതിന്റെ പേരിൽ നമ്മൾ മൊത്തത്തിൽ അങ്ങനെ ആക്കിയപ്പോ ഭയങ്കര ഫീൽ ആയി പോയി. അതും ഈ അടുത്ത് കുറച്ചാൾ മുമ്പ് ഒരു മാസം മുമ്പ് വന്ന റൂള്, മറ്റേ ഈ മംഗലശ്ശേരി എന്നുള്ള പേര് വെക്കാണ്ടാക്കി നമ്മുടെ സിറ്റിയിൽ. അതുപോലെ തന്നെ മറ്റേ ഏതായിരുന്നു G13 ഗ്യാങ് നെയിം മാറ്റി. അതുപോലെ നമ്മൾ ഗ്യാങ് നെയിമിന്റെ മാറ്റാനുള്ള റിക്വസ്റ്റ് കൊടുത്തു. അമ്മ ഡിസ്മാൻഡിലാക്കാണ് പറഞ്ഞത്. പക്ഷെ എന്ന് വെച്ചാൽ ബാക്കിയുള്ള പ്ലേയേഴ്സ് പറഞ്ഞത് ഡിസ്മാൻഡിലായി കഴിഞ്ഞാൽ ഇനി സ്ലോട്ട് കിട്ടൂല. കാരണം വെച്ചാൽ ഇത്ര സ്ലോട്ട് ബാക്കിയൊക്കെ ഉണ്ട്.
ഗ്യാങ് നെയിം ചേഞ്ച് ആക്കിയാൽ പോരെന്നാ ചോദിച്ചത്. കാരണം വെച്ചാൽ എന്തായാലും ഇപ്പൊ ആ പേരിലേക്ക് കളിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്താ ചെയ്യും അല്ല എന്തായാലും നമ്മുടെ സൈഡിൽ നിന്ന് അപ്പോഴും പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് വെച്ചാൽ ഈ ആ, പറയുന്ന സ്രാങ്കിനെ എടുത്ത് മാറ്റണം നമ്മളെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ പിന്നും ഞാൻ പറഞ്ഞു ഞാൻ എടുത്തു മാറ്റിക്കോ, അത് ഞാൻ പറഞ്ഞിട്ട് ഇനി എടുത്തു മാറ്റാൻ പറഞ്ഞു തന്നെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി അതന്നെ ഞാൻ വിചാരിച്ചത്. പിന്നെ അത് പോട്ടെ, അത് നടക്കൂല. കാരണം വെച്ചാൽ നമ്മളത് പറഞ്ഞാൽ നമ്മുടെ ഒരു മൊറാലിറ്റിയാണ് അവിടെ പോണത്. നമ്മിപ്പോ നിങ്ങളത് എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ കേട്ട് നമ്മളെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെമ്പേഴ്സിന് പിന്നെ നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇവരെന്തെങ്കിലും അലമ്പത്തിലോ എന്തെങ്കിലും കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യായിരുന്നു. നിന്റെ അടുത്ത് ഒരാളെ കാണിച്ചിട്ടാ വേറൊരു കാര്യം പറയാം, അവൻ അതുപോലെ തന്നെ കാണിക്കുകയും ചെയ്ത് അവൻ അതുപോലെ തന്നെ എന്ന് കാണിക്കുകയും ചെയ്ത് അവൻ അതുപോലെ തന്നെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് വേറൊരു കാര്യം. എടാ സേവിയറെ, നിങ്ങളുടെ അടുത്ത് നിന്ന് കമ്പനി അടിച്ചുകൊണ്ടിരുന്നപ്പോഴും നിങ്ങൾക്ക് ആ ഒരു സാധനം ഫീൽ ആയിട്ടില്ല. കാരണം നമ്മുടെ അഗേൻസ്റ്റ് ആയിട്ട് ഇവ സംസാരിക്കണത് നിങ്ങൾ ഫേവർ ചെയ്തോണ്ടാണ് സംസാരിക്കണം. അപ്പൊ നിങ്ങൾക്ക് തോന്നുമ്പോഴത്തേക്കും എന്താണ് നിങ്ങളുടെ സൈഡിൽ ശരിയാണ്. പക്ഷേ ഞാൻ എന്താ പറഞ്ഞേ, അല്ല ഇവൻ അറിയാം കാര്യം മനസ്സിലായി. അതായത് ഇതിന്റെ ഇടയിൽ കിടന്ന് നിങ്ങളുടെ തലയിലേക്ക് സാധനം ഇൻജെക്ട് ചെയ്ത് വെച്ച് മനസ്സിലായാ. ഇപ്പൊ ഈ ലൈവ് ഇടുമ്പോ പോലെ നമുക്കൊന്നും പറയാൻ വയ്യ. നിങ്ങളാണ് ഓപ്പോസിറ്റ്. നമുക്ക് എടാ വേറൊരു കാര്യം വെയിറ്റ് അല്ല ഇവന്റെ അടുത്ത് എനിക്ക് പറയണം. എടാ ആസ്ട്രോ ആസ്ട്രോ കേക്കാവോ? ഇവിടെ എന്താണ് പ്രശ്നമെന്ന് എന്താ എടാ എന്താണ് പ്രശ്നമെന്ന് നിനക്ക് അറിയാവോ? നീ പറഞ്ഞു അങ്ങനല്ല. ഇപ്പൊ ഇത്രയും പറഞ്ഞില്ലേ, അപ്പൊ അവരുടെ നമുക്കും കൂടെ പറയാനുള്ള കേക്കണ്ടേ? എടാ കേൾക്കുന്നുണ്ടല്ലോ. ഇതാ ഇത്ര നേരം ഇവിടെ സേവിയർ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. നീ എപ്പോഴാ വന്നേ? നീ എപ്പോഴാ ലൈവില് വന്നേ? ഞാൻ ലൈവില് ആദ്യം മുതലേ ഉണ്ട്. സേവിയർ വന്ന് അല്ലല്ല ഒരു സെക്കൻഡ്. ആസ്ട്രോ നിനക്ക് എന്താ പറയാനുള്ളത്? സേവിയർ ബ്രോ കാണാറില്ല. ഒരു സെക്കൻഡ് നിനക്ക് എന്താ പറയാനുള്ളത്? സ്രാങ്കിനെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? സ്രാങ്ക് ഇത്രയും പറഞ്ഞ ശരിയാന്ന് നീ പറയുന്നുണ്ടോ? സ്രാങ്ക് ശരിയാന്നല്ല ചേട്ടാ. സ്രാങ്ക് ഇതുവർക്ക് നമ്മളോട് ഇവിടെ അവിടുത്തെ വന്ന് കുത്തിരിക്കാനൊന്നും നോക്കിയിട്ടില്ല. അല്ലല്ല സ്രാങ്ക് ഇതേപോലെ അപ്പാപ്പനെയും എന്നെയും പിന്നെ കേവിയെ തല്ലണമെന്നും പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനല്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളോട് അവിടെ ഇരിക്കുമ്പോ അത്രയും പേര് ഇരിക്കുമ്പോഴൊന്നും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എടാ ഹെൻസോ നീ ഒന്ന് മ്യൂട്ട് മാറ്റിയടാ. നീ ഒന്ന് പറഞ്ഞേടാ. എടാ നീ പറഞ്ഞേടാ. അവൻ പോയോ? അവന്റെ അടുത്ത് പറയാനാ. അവനെവിടെ? അവൻ പോയടാ. എനിക്കറിയത്തില്ല. അവൻ സ്രാങ്കിന്റെ ചിങ്കിടിയായിരുന്നാ തോന്നുന്നു. അല്ല അപ്പാപ്പനെയും എന്നെയും പിന്നെ കേവി തല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും പറഞ്ഞിട്ടേ നമ്മൾ എന്നിട്ട് പറഞ്ഞായിരുന്നു. നമ്മൾ ഇവരെ വിളിച്ച് സംസാരിച്ചായിരുന്നു. ഈ പറയുന്ന KKB മാനേജ്മെന്റിലുള്ള എല്ലാരെയും വിളിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. അല്ല ആസ്ട്രോ ഞാൻ വിളിച്ച് എടാ പറ. എടാ ഇവിടെ അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മുമ്പ് പറഞ്ഞില്ലേ ഇപ്പൊ ഈ എന്തുവാ സ്രാങ്ക് കയറിയതിനു ശേഷമാണ് നമ്മൾ തമ്മിൽ അടിയാവാൻ തുടങ്ങിയത്, KVയും KKBയും. പക്ഷെ നിങ്ങൾ ആരും വിചാരിക്കുന്ന കണക്കല്ല. നമ്മളടുത്ത് വന്നിട്ട് സ്രാങ്ക് ഞാൻ പറയുന്നതെന്ന് കേക്കോ? നമ്മൾ അവിടെ വന്നിട്ട് സ്രാങ്ക് ഇന്ന് വരെ നിങ്ങളെ കുറിച്ച് ഞങ്ങളുടെ അടുത്ത് മോശമായിട്ട് പറഞ്ഞിട്ടില്ല, നിങ്ങളെ അടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് സ്രാങ്ക് ആയിരുന്നു പറഞ്ഞിട്ടില്ല, AJ ആയിരുന്നാലും പറഞ്ഞിട്ടില്ല. എന്തോ സ്രാങ്ക് മാന്യനാണോ നീ പറയുന്നേ? സ്രാങ്ക് ഇപ്പൊ KKBയിലുണ്ടോ ആസ്ട്രോ? ഉണ്ട്. ആര് പറഞ്ഞു? നീ എവിടാ? കുറച്ചു പിന്നെ നിങ്ങളുടെ ലീഡർ വന്നിട്ട് പറഞ്ഞേ അത് അവര് തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അത് അത് ആ ഒരു ട്രിഗറിൽ പറഞ്ഞ ഏറ്റിച്ചാടാ. കുറച്ച് ആ പ്രശ്നം ആയിരുന്നു. നിങ്ങൾ ഇതിപ്പോ ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷം നല്ല പ്രശ്നമായി. അത് ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, മെച്യൂരിറ്റി അങ്ങനെ ഇല്ല എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവന് ദേഷ്യം വന്നു സ്രാങ്കിന്. അപ്പൊ സ്രാങ്ക് സംസാരിച്ചത് ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? എന്തോ അതിനെ കുറിച്ച് അവർ രണ്ടുപേരും സംസാരിച്ച നമുക്ക് അറിയത്തില്ല ചേട്ടാ. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം നീ പോവല്ലേ ഹെൻസോ? ആസ്ട്രോ ഈസിയിലുണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല ഇതിപ്പോ അല്ല ഒരു കാര്യം കൂടെ, ആസ്ട്രോ പറഞ്ഞു വെച്ചാൽ ഇതിപ്പോ സ്രാങ്ക് നല്ല ഞാമായിരുന്നപ്പോ ഞാൻ അത് നിന്നെ കുറിച്ച് നിന്റെ കാര്യം ഞാൻ വല്ല ഇവിടെ പറഞ്ഞോ എൻസോ? എടാ ഞാൻ നിന്റെ ഒരു കാര്യം ഇവിടെ ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ. എടാ ആസ്ട്രോ ഇല്ല നീ പറയുന്നതിന് മുന്നേ ഈ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന അവിടെ VC-യിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം
ഈ 2 ആഴ്ച മുന്നേ ആയിട്ട് പോഞ്ഞിക്കരയുടെ അടുത്തും അതുപോലെ സേവിയറിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും നമ്മൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വി സിയിലും അതുപോലെ പോഞ്ഞിക്കര എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോഞ്ഞിക്കര പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. അത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ലൈവിൽ പറഞ്ഞതുപോലെ ഇതാ എന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട, ഇതോടുകൂടി അത് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ആക്കുമായിരുന്നു. പക്ഷെ പിന്നെ ഇത് കണ്ടിന്യൂ ആയത് ഇന്നത്തെ ലൈവ് കണ്ടതിന് ശേഷം അത് പറയാണ്ടിരിക്കാൻ തോന്നില്ല. ഇന്നത്തെ ലൈവിൽ അവർ ഒരു പുള്ളി എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ പുള്ളി ആരെന്ന് ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ ലൈവ് ഇട്ടത്.